നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരത്തിൽ പുലിയിറങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നന്ദിപുരത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരത്തിൽ പുലിയിറങ്ങി. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത്. 24-ാം തീയതി പുലർച്ചെ CCTVയിലാണ് പുലിയുടെ ദൃശ്യം കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയിൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ കൊരട്ടി, ചിറങ്ങര, മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു. ആ ഭാഗങ്ങളിൽ പുലിയെ പിടികൂടുന്നതിനായി 2 കൂടുകൾ വനം വകുപ്പ് സ്ഥാപിക്കുകയും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കൊരട്ടി മേഖലയിൽ പുലിയെ കണ്ട 10 ദിവസത്തിന് ശേഷവും ആ ഭാഗത്ത് നിന്ന് പുലിയെ പിടികൂടുവാനോ മറ്റു നടപടികൾക്കോ സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് വീണ്ടും നഗരമധ്യത്തിൽ പുലിയെ കണ്ടതായുള്ള സംശയം ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ VJ ജോജി, ചാലക്കുടി നഗരസഭാ കൗൺസിലറാണ്. മാർച്ച് 24-ാം തീയതി രാവിലെ 4:50 നമ്മുടെ കണ്ണമ്പുഴ അമ്പലം റോഡിൽ, അതായത് നമ്മുടെ നിർമ്മല കോളേജിൻ്റെ തൊട്ട് ഒരു 50 മീറ്ററോ അല്ലെങ്കിൽ 75 മീറ്ററോ നീങ്ങിയിട്ട് രാവിലെ 4:50 ഒരു പുലി എന്ന് തോന്നുന്ന ഒരു മൃഗത്തെ കാണുകയുണ്ടായി. അത് നമ്മുടെ അയിനിക്കാട്ട് മഠത്തിൽ രാമനാരായണൻ ചേട്ടൻ്റെയും അതുപോലെ ശങ്കരൻ ചേട്ടൻ്റെയും വീടിന് ഇടയ്ക്ക്, 2 വീടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്ലാവ് മരത്തിൻ്റെ സമീപത്താണ് ഈ സാന്നിധ്യം കണ്ടത്. ചാലക്കുടി DFO നമ്മൾ ഈ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി. അവർ പരിശോധന നടത്തി. അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അത് പുലി തന്നെയാണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തുള്ളവർ പുറത്തിറങ്ങി നടക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം എല്ലാവരും എത്തിക്കാനായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ഡെൽജിത്ത് ഞെർലേലി, INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, ബ്ലോക്ക് ഭാരവാഹികളായ സദാശിവൻ കുറുവത്ത്, കോടന നാരായണൻകുട്ടി, ബൈജു അറക്കൽ, VR രഞ്ജിത്ത്, ഷാജു വെളിയൻ, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കോച്ചക്കാടൻ, ജോണി മാഞ്ഞാങ്ങ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനില ഗിരീശൻ, ബിജി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. 43 ദിവസമായി ആ സമരവുമായി മുന്നോട്ട് പോവുക. ഒരു വശത്ത് ആശാവർക്കർമാരുടെ സമരം, മറുവശത്ത് 33,000 ജില്ലാ അംഗനവാടികളിൽ ജോലി ചെയ്യുന്ന 60,000-ലധികം വരുന്ന അംഗനവാടി തൊഴിലാളികൾ, ആ അംഗനവാടി തൊഴിലാളികളുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ആശാവർക്കർമാരുടെ ശമ്പളം 232 രൂപയാണ്. ആശാവർക്കർമാർ എന്ന് പറയുന്ന സ്ഥിതിവിശേഷം തുടങ്ങുന്നത് 2005-ലാണ് ആ പദ്ധതി രൂപീകരിക്കുന്നത്. UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നന്ദിപുരത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുരം വെള്ളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയാണ് നന്ദിപുരം പാറക്കടവിൽ ശ്രീരാഗിനെ കാണാതായത്. എറണാകുളത്തെ സ്വകാര്യ ലിഫ്റ്റ് കമ്പനിയിലെ ടെക്നീഷ്യനായ ശ്രീരാഗ് ജോലി കഴിഞ്ഞ് ഇന്നലെ വീട്ടിൽ എത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശ്രീരാഗിന്റെ ബൈക്കും ബാഗും
വീടിനു സമീപത്തെ ക്ഷേത്രത്തിനരികിൽ നിന്നും ഷൂ പുഴക്കടവിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വടതിരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.സി. പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ സതീശൻ ടി.കെ., പ്രകാശൻ കെ.കെ., സെക്രട്ടറി ജി. സബിത, അസിസ്റ്റന്റ് സെക്രട്ടറി എം.കെ. വിജയൻ, കമ്മ്യൂണിറ്റി അംബാസിഡർ ഗോപിക, രാജൻ നെല്ലായി, അമ്പിളി വേണു എന്നിവർ സന്നിഹിതരായി. ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന മാർ ജെയിംസ് പടയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2ാം ദിനം ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. AKCC വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പിള്ളി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രൂപത വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കത്തീഡ്രൽ ട്രസ്റ്റി ബാബു പുത്തനങ്ങാടി, ട്രഷറർ വിൽസൺ കോമ്പാറക്കാരൻ, ജനറൽ കൺവീനർ ഷാജു കണ്ടംകുളത്തി, സംഘാടക സമിതി ചെയർമാൻ P.T. ജോർജ്, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, ഫൈനാൻസ് കൺവീനർ സാബു കൂനൻ, റാഫി കാട്ടൂക്കാരൻ, ജോഷി എടത്തുരുത്തിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ടൂർണമെന്റിൽ സുകന്യ പെരുമ്പാവൂർ GFT തൃശൂരിനെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ദേശീയ സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടത്തിയ പരിപാടിയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി. സുഭാഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലെ സീനിയർ ഓഫീസർ ശർമേന്ദ്ര അക്കായി, സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജൻ, സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ KR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആൻഡ് SRO ഇൻചാർജ് ഡോളി വർഗീസ് പരിപാടിക്ക് നേതൃത്വം നൽകി. കേരളോർമ കോളേജ്, ശ്രീ അച്യുതമേനോൻ കോളേജ്, സെന്റ് അലോഷ്യസ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ജാഥയിൽ പങ്കെടുത്തു. റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതി 3ാം ഘട്ടത്തിലേക്ക്. ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരതയിൽ എത്തിക്കുന്നതിനായി ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലയിൽ അവശേഷിക്കുന്ന നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരത ലക്ഷ്യം കൈവരിക്കാൻ പദ്ധതിയിലൂടെയുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്താനാണ് 3ാം ഘട്ടം ലക്ഷ്യമിടുന്നത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തുല്യതാ കോഴ്സുകളിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ സാക്ഷരത, സാമ്പത്തിക സാക്ഷരത, പരിസ്ഥിതി സാക്ഷരത തുടങ്ങിയവ ഉറപ്പാക്കി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തീരദേശങ്ങളിലും മലയോര മേഖലകളിലും ഉൾപ്പെടെയുള്ള നിരക്ഷരരെ കണ്ടെത്തി അക്ഷരലോകത്തേക്ക് നയിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ സന്നദ്ധ അധ്യാപകർക്കായി പരിശീലനം നൽകുകയും പഠിതാക്കളെ കണ്ടെത്തി അവർക്കുള്ള പഠന സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്യും. 3ാം ഘട്ടത്തിൽ ജില്ലയിലെ 7000 പേർക്ക് സാക്ഷരത ഉറപ്പാക്കി 100% സാക്ഷരത കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 251 അംഗ സംഘാടക സമിതിയാണ് ജില്ലയിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ ജില്ലയിലെ മന്ത്രിമാർ, MLA മാർ, MP മാർ രക്ഷാധികാരികളായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ജില്ലാ കളക്ടർ ചീഫ് കോർഡിനേറ്ററായും പ്രവർത്തിക്കും. വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ D. ശ്രീജ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് KN രേണുക, വിവിധ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്ലൂർ മാവിൻചൂടിൽ കല്ലൂർ പ്ലാവിൻകുന്ന് സ്വദേശിയായ യുവാവിനെ കമ്പിവടി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കല്ലൂർ മാവിൻചൂട് സ്വദേശിയായ മടത്തിപ്പറമ്പിൽ ജിതിൻ ലാലിനെ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തു. 23-ാം തീയതി രാത്രി 10:15 കേസിനാസ്പദമായ സംഭവം. പണം കടം വാങ്ങിയതിനെക്കുറിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, SI കൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ VD അജി, സുജിത് കുമാർ, അനീഷ്, CPO കിഷോർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുരിയാട് പഞ്ചായത്തിലെ 17ാം വാർഡിന്റെ ശുചീകരണം പൂർത്തിയായി. മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു.
മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സരിത സുരേഷ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശുചിത്വ കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലോക സീറോ വേസ്റ്റ് ഡേ ആചരിക്കുന്ന മാർച്ച് 30-ന് കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് പൂർണ്ണമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അതൊരു തുടർ പ്രക്രിയ. എങ്കിലും കേരളത്തിലെ ജനങ്ങളെയാകെ ഈ ഒരു പൊതുവികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,195 രൂപ, പവന് 65,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരത്തിൽ പുലിയിറങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നന്ദിപുരത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.